മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കും. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപിക്ക് പുറമെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാൻ ബിജെപി. തൃശൂർ ഡിസിസി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് ഡിസിസി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി. ഈച്ചശല്യവും ദുർഗന്ധവും രൂക്ഷം. ചാടൂർ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. പഴുവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. വാർത്തകൾ വിശദമായി. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കും. കേരളത്തിൽ നിന്ന് തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപിക്കൊപ്പം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിമാരാകും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന ജോർജ് കുര്യൻ കോട്ടയം സ്വദേശിയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചതിനെ തുടർന്ന് സുരേഷ് ഗോപി കുടുംബാംഗങ്ങൾക്കൊപ്പം ഡൽഹിയിലെത്തിയത്. സുരേഷ് ഗോപിക്ക് സാംസ്കാരികം, ടൂറിസം വകുപ്പുകൾ ലഭിച്ചേക്കുമെന്നാണ് സൂചന. രാത്രി 7:15-ന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ 8000-ഓളം ക്ഷണിതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 7 രാഷ്ട്രത്തലവന്മാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ജില്ലയിൽ നിന്നുള്ള ബിജെപി നേതാക്കളും ദില്ലിയിലെത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെത്തിയത്. വെള്ളിത്തിരയിൽ നിന്ന് സ്റ്റാറായി തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി ഇനി ഡൽഹി വാഴുന്നവരാകും. സിനിമാ ക്ലൈമാക്സ് പോലെയാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിപദത്തിലേക്കുള്ള വരവ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അവസാന മണിക്കൂർ മുൻപ് വരെ അനിശ്ചിതത്വം തുടർന്നു. ഞായറാഴ്ച രാവിലെ വരെ തിരുവനന്തപുരത്തെ വീട്ടിൽ തുടർന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെ ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 1 പിഴച്ചാൽ 3 എന്നൊരു ചൊല്ലുണ്ട്. ഇതൊരിക്കൽ കൂടി അടിവരയിട്ടുറപ്പിച്ചാണ് സുരേഷ് ഗോപി തന്റെ 3ാം അംഗത്തിൽ വിജയമുറപ്പിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്നത്. സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയക്കൊടി പാറിച്ച് ഡൽഹി വാഴുന്നവരായത്. സിനിമയിൽ കത്തിജ്വലിച്ചു നിന്ന സമയത്താണ് 2016-ൽ സുരേഷ് ഗോപി രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചത്. 3 തവണയും മത്സരരംഗത്തിറങ്ങിയപ്പോഴും അതിജീവിച്ചത് ശക്തമായ മത്സരത്തെയും പ്രതിസന്ധികളെയുമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കെ സുരേഷ് ഗോപി നടത്തിയ "തൃശൂർ എനിക്ക് വേണം, നിങ്ങളെനിക്ക് തൃശൂർ തരണം, തൃശൂർ ഞാനിങ്ങെടുക്കുക" എന്ന പ്രയോഗം വൻ ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന പോലെ ആധികാരിക ജയത്തോടെ സുരേഷ് ഗോപി പാർലമെന്റിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃശൂരിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള നിരവധി പരസ്യ ബോർഡുകളിൽ നിറഞ്ഞു നിന്ന അടിക്കുറിപ്പുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നത് മോദിയുടെ ഗ്യാരണ്ടിയായിരുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിപദത്തിലൂടെ BJP തൃശൂരിലെ ജനതയ്ക്ക് നൽകിയ ഉറപ്പും ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. TCV തൃശൂർ. തൃശൂർ ഡിസിസി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം നൽകി. AICCയുടെ തീരുമാനം KPCCയുടെ ഇരു നേതാക്കളെയും അറിയിച്ചു. പാലക്കാട് MP വി കെ ശ്രീകണ്ഠന് ഡിസിസി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിന്നോട്ടു പോയതും ഡിസിസി ഓഫീസിലെ സംഘർഷവുമാണ് ഇരു നേതാക്കളുമായി രാജിവെക്കാൻ AICC ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ AICCയുടെ നിർദ്ദേശപ്രകാരം KPCC 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടേക്കുമെന്നും സൂചനയുണ്ട്. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം.
തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് പ്രതിമ ഇടിച്ചു തകർത്തത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. 2020-ലാണ് ശക്തൻ സ്റ്റാൻഡിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിച്ചത്. അപകടം നടന്ന സ്ഥലം കോർപ്പറേഷൻ മേയർ MK വർഗീസ്, റവന്യൂ മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സന്ദർശിച്ചു. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി മന്ത്രി അറിയിച്ചു. തുടങ്ങിയ സാധനങ്ങളുണ്ടോ എന്നറിയില്ല. അത് നോക്കേണ്ടതാണില്ലെങ്കിൽ അത് വെക്കാൻ കോർപ്പറേഷൻ ആവശ്യമായിട്ട് നടപടി എടുക്കണം. അത് അത്തരം സാധനങ്ങൾ സ്ഥാപിച്ച് മേലിൽ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പ്രത്യേകമായി ശ്രദ്ധയുണ്ടാക്കണം. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള ഒന്നുകിൽ ഉറക്കമോ അല്ലെങ്കിൽ ഒരു കൈ മിസ്റ്റേക്കോ പറ്റിയതിൻ്റെ പേരിൽ കയറിയതായിരിക്കും. അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ പുതുക്കി പണിയാം എന്ന് KB ഗണേഷ് കുമാർ അക്കാര്യത്തിൽ നേരിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ നേരത്തെ ഉണ്ടാക്കിയതുപോലെയോ അതിനേക്കാൾ നന്നാക്കിയോ പുനഃസ്ഥാപിക്കേണ്ട പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും വന്നു കയറിയത് കണക്ക് കണ്ട് KSRTCയുടെ ഭാഗത്ത് തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ഘട്ടത്തിൽ KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ആ പ്രതിമ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവർ ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് ശക്തൻ സ്റ്റാൻഡിലെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. ഈച്ചശല്യവും ദുർഗന്ധവും മൂലം പൊറുതിമുട്ടി ജനങ്ങൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന ജൈവവള നിർമ്മാണ യൂണിറ്റാണ് സന്ദർശകർക്ക് ദുരിതമായി മാറുന്നത്. മഴ തുടങ്ങിയതോടെ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും ഈച്ചശല്യവും രൂക്ഷമായി. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന 50ഓളം കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈച്ചശല്യം കൊണ്ടും രൂക്ഷമായ ദുർഗന്ധം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ്. പ്ലാന്റിലെ മാലിന്യം JCB ഉപയോഗിച്ച് ഇളക്കുമ്പോഴാണ് അതിരൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതെന്നും ആഴ്ചകളായി ഈച്ചയും രൂക്ഷമാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഈച്ച ശല്യത്തിന് പ്രധാന കാരണം കോർപ്പറേഷൻ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഇതിൻ്റെ പരിസരത്താണ്. അവിടെ ഈ മഴക്കാലമായപ്പോൾ അത് വളരെ വൃത്തിഹീനമാവുകയും ധാരാളം ഈച്ചകളും മാത്രമല്ല വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ കടക്കാർക്കൊക്കെ ആ സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അത്രയും ദുർഗന്ധമാണ് ഇവിടുന്ന് വരുന്നത്. 300ഓളം ബസ്സും യാത്രക്കാരും വന്നു പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ കോർപ്പറേഷൻ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ രോഗാതുരമായ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്, അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ദിവസേന 300ഓളം ബസ്സുകളും 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ദയനീയമാണ്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ ഈച്ചശല്യവും ദുർഗന്ധവും കൂടിയായതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ഇവിടെ നിന്ന് ജലപാനം പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഈച്ചശല്യം രൂക്ഷമായിട്ടും സമീപത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം കണ്ട ഭാവം പോലും നടിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കോർപ്പറേഷനാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കടയടച്ചിടേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികൾ. ഇവിടെ ഒരു വൃത്തിഹീനമായ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് വൃത്തിയാക്കി നല്ലൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ പ്രായാധിക്യം ചെന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഇവിടെയാണ് തള്ളപ്പെടുന്നത്. അവരെപ്പോഴും പകൽ വീടെല്ലാം മറ്റെന്തൊക്കെയോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടുന്ന് അവരാരും പോകുന്നില്ല. ഈ ഒരു വിഷമസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഈ വേസ്റ്റ് പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വല്ലാണ്ട് കൂടിയിരിക്കുന്നത്. കടയിൽ ഇതേമാതിരി നോട്ടീസ് കൊടുത്ത് പോയി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈച്ചനെ പിടിച്ച് കെട്ടിടാൻ പറ്റുമോ? കോർപ്പറേഷൻ്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. ആരോഗ്യവകുപ്പും പറയുന്നത് കോർപ്പറേഷനോട് പറയാനാണ് പറയുന്നത്. നമുക്കതല്ല ആവശ്യം. ശക്തൻ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. ഇതിനെതിരെ അധികൃതർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയെടുക്കാത്തത് ആക്ഷേപത്തിനും ഇടയാക്കിയിട്ടുണ്ട്. JCB കൊടുത്തിട്ട് ക്ലിയർ ചെയ്യും. ആ സമയത്ത് നല്ല ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പലരും പഠനം നിർത്തിപ്പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് കോർപ്പറേഷൻ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. താഴത്ത് ഷോപ്പുകളിലൊക്കെ പല ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. 10,000 രൂപ ഭീമമായ സംഖ്യയാണ് ഒരു ഫൈൻ അടയ്ക്കുന്നത് പറയുന്നത്.
ഇതിന് നമ്മുടെ വ്യാപാരികളല്ല ഇതിന് ഉത്തരവാദി, കോർപ്പറേഷനാണ് ഇതിൻ്റെ ഉത്തരവാദി. ആയതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്ത് അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. TCV തൃശൂർ. ചാഴൂർ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി വേളുക്കര ഗോപിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് ചാഴൂർ തെക്കേ ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപറ്റി. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുൻപിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടയിലാണ് കാർ പാഞ്ഞുകയറിയത്. ഗോപിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോട്ടറി കച്ചവടക്കാരനായ അന്തോണി, ശ്രീധരൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ചേലക്കര ലിസ്യു കോളേജിന് സമീപമുള്ള ഗ്ലാസ് കടയുടെ മുന്നിലേക്കാണ് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചുകയറിയത്. കോയമ്പത്തൂരിൽ നിന്നുമുള്ള കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്തിരുന്ന 5 പേരിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അർദ്ധരാത്രി അവസാനിക്കും. ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെ നേരിട്ടും അനുബന്ധ മേഖലകളെ പരോക്ഷമായും ബാധിക്കും. തീരദേശത്തെ പ്രധാന തൊഴിൽ രംഗമാണ് മത്സ്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ. ഐസ് പ്ലാന്റുകളിലെ തൊഴിലാളികൾ, കയറ്റിറക്ക തൊഴിലാളികൾ, ഇടനിലക്കാർ, വിതരണക്കാർ, സംസ്കരണ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മത്സ്യക്ഷാമം രൂക്ഷമായിരുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും യാനങ്ങൾ കടലിൽ ഇറങ്ങിയിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. അതിനിടെയാണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. തെക്കുംകര സ്വദേശി കരുവാപ്പാടം വീട്ടിൽ സുജിത്തിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവിണിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ഗിരിജനാണ് മരിച്ചത്. ഒളരിക്കര ക്ഷേത്രത്തിൽ ആചാരവെടി പൊട്ടിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. കതിന പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ തീ തെറിച്ച് സമീപത്തെ വെടിമരുന്ന് തീ പിടിക്കുകയായിരുന്നു. ഗുരുതര പൊള്ളലേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ഗുരുവായൂർ കാവീട് ക്ഷേത്രവളപ്പിലെ മരം കടപുഴകി വീണു. കാവീട് മന്ദാരം റോഡിൽ മരക്കാത്ത് ദേവീക്ഷേത്ര വളപ്പിലെ മരമാണ് കഴിഞ്ഞ ദിവസം രാത്രി കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ക്ഷേത്രത്തിന്റെ സ്ലാബ് മതിലും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്. നിയുക്ത ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ നന്ദി പ്രകടന പര്യടനം നടത്തി. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനത്തിന് കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂർ ചിറങ്കരയിൽ നിന്നുമാണ് തുടക്കമായത്. മായന്നൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചുറ്റിലപ്പള്ളി, മുൻ MLA UR പ്രദീപ്, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA ബാബു, KV നഫീസ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച നാട്ടിലെ പ്രമുഖരായ വോട്ടർമാരോടും നല്ലവരായ രക്ഷകർത്താക്കളോടും സഹോദരി സഹോദരന്മാരോടും അതുപോലെ തന്നെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരോടും ഞാൻ പ്രത്യേകമായുള്ള നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗം ഇപ്പം നടത്തുന്നില്ല. 2 മണ്ഡലങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിന് 10:30 അവസാനിക്കുകയാണ്. അവസാനിക്കില്ല. ഇനിയും 3-4 പഞ്ചായത്തുകൾ കൂടി ആവശ്യമില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന ആഹ്ലാദ പ്രകടനം. വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും ആഘോഷപരമായ പ്രകടനങ്ങളാണ് നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ നടക്കുന്നത്. കുട്ടികളും വനിതകളും മുതിർന്നവരുമടക്കം വലിയ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. നമുക്കറിയാം, മൂന്നാം ഊഴത്തിന് മോദി സർക്കാർ എത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകി സംസ്ഥാനത്ത് നിന്നും സുരേഷ്
വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂങ്കുന്നത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ ആഘോഷം നടക്കുകയാണ്. ഏത് തരത്തിലാണ് ഈ മൂന്നാം മോദി സർക്കാരിനെ ജനം മുന്നേ പിന്തുണ നൽകുന്നതെന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എങ്ങനെ കാണുന്നു? തൃശ്ശൂർക്കാർ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുക. ഇത് നാരി ശക്തി അതാണ് കണ്ടോണ്ടിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ പറഞ്ഞ പോലെയല്ലത്. സ്ത്രീകളാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഈ മോദി സർക്കാർ ഈ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി എത്തുന്നു, ഗ്യാരണ്ടി പാലിച്ചു, എത്രത്തോളം സന്തോഷമുണ്ട്? മനസ്സിലായില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിൽ എത്രത്തോളം സന്തോഷം? ഭയങ്കര സന്തോഷമല്ല, തൃശ്ശൂർക്കാരുടെ അല്ല സന്തോഷം. മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി പാലിച്ചു. ഗ്യാരണ്ടി 100% പാലിക്കും, ഒരു സംശയം വേണ്ട. അതുപോലെ കേരളത്തിലെ 2 മന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ എത്രത്തോളം സന്തോഷമുണ്ട് പ്രവർത്തനം എന്ന നിലയിൽ? നമുക്ക് വർക്ക് ചെയ്ത് കിട്ടേണ്ട ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമാണ് 2 മടങ്ങ്. ഇപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇവിടെ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. സുരേഷ് ഗോപി മന്ത്രിയായതിൽ സന്തോഷമുണ്ടോ? എത്രത്തോളം സന്തോഷമുണ്ട്? നേരിട്ട് കണ്ടായിരുന്നോ? ഇപ്പം മന്ത്രിയാവുമ്പം ഇനി മണ്ഡലത്തിൽ വരുമ്പോ എത്രത്തോളം സന്തോഷമുണ്ട്? നല്ലോണം സന്തോഷമുണ്ട്. ചേച്ചി എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയാണ് നമുക്ക് കിട്ടിയെങ്കിൽ ഇതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് ഇല്ല. അത് ഞങ്ങൾ തിമർത്താറാടുകയാണ്. നാരീശക്തിയാണോ ഈ കാണുന്നത്? നാരീശക്തിയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനാണ്, ഒരു സഹോദരനും എല്ലാം കൂടിയാണ്. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, വാക്കുകളില്ല. അത്രയധികം ഞങ്ങൾ സന്തോഷിക്കുകയാണ്. കേരളത്തിലെ സുരേഷ് ഗോപിക്ക് പുറമെ സംസ്ഥാനത്ത് 2 മന്ത്രിമാരുണ്ട്. അതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ 101% സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിലും വലിയ തൃശ്ശൂരിലെ ജനങ്ങൾ കണ്ടറിഞ്ഞു, ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇപ്പോഴാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കണ്ടറിയാം. വലിയ രീതിയിലുള്ള ട്രോളുകൾ അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സന്തോഷമുണ്ടോ? ഇപ്പം അത് തിരിഞ്ഞു വന്നല്ലോ. കിരീടം വെച്ചു എന്തെല്ലാം അദ്ദേഹത്തെ കളിയാക്കി. ഒടുവിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു. ഞങ്ങളങ്ങനെ എടുത്തു നെഞ്ചിലേറ്റി. ഇപ്പൊ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സന്തോഷമാണ് വനിതാ പ്രവർത്തകരുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ആഹ്ലാദ പ്രകടനം ഇപ്പോൾ പൂങ്കുന്നത്ത് തുടരുകയാണ്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഓരോ ജില്ലയിലെ ഓരോ ഭാഗത്തുമുള്ള മണ്ഡലം കമ്മിറ്റികളുടെയും മറ്റും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് പടക്കങ്ങൾ പൊട്ടിച്ചും വാദ്യമേളങ്ങളുടെ അകമ്പടിയിലും വലിയ രീതിയിലുള്ള പ്രകടനം തൃശ്ശൂർ നഗരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP പ്രവർത്തകർ. തീർച്ചയായും നമുക്ക് അറിയാം അതിര ഇപ്പോൾ 3ാം മോദി സർക്കാർ അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അടുക്കുകയാണ്. ഈ വേളയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനം വലിയ രീതിയിലാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് താമര വിരിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. ചരിത്ര വിജയവുമായി സുരേഷ് ഗോപി തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 3ാം മൂഴത്തില് മോദി ഇറങ്ങുമ്പോൾ ആ മന്ത്രിസഭയിൽ ശക്തനായ നേതാവായി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി കേരളത്തെ പ്രതിനിധീകരിച്ചെത്തുന്നു. ഇത് വലിയ രീതിയിലുള്ള
ആഹ്ലാദമാണ് BJP പ്രവർത്തകർക്കാകെ. പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയമാണെങ്കിൽ കൂടിയും അത് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനും BJP പ്രവർത്തകർക്കും വലിയ രീതിയിലുള്ള ആഹ്ലാദവും പ്രചോദനവും പ്രതീക്ഷയുമാണ് വെച്ചു പുലർത്തുന്നത്. ഈ വിജയം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതായിട്ടാണ് ദേശീയ നേതൃത്വമടക്കം ഈ ഒരു വിജയത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി വിജയത്തിന് ശേഷം പ്രതികരിച്ചത് മോദി നൽകിയ കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം, തൃശൂർ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുമോ എന്ന് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളടക്കം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സ്ഥാനമല്ല, ഈ ഒരു വലിയ വിജയം അത് മോദി സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വിജയമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തിനും അപ്പുറം തന്റെ പാഷനായ ചലച്ചിത്ര ലോകത്ത് 4 സിനിമകളോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സമയം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നായിരുന്നു. എന്നാൽ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ തന്റെ ഒരു ആഗ്രഹം നേതൃത്വത്തെ അറിയിച്ച ശേഷം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പ്രത്യേകമായ ഒരു ആവശ്യം നേരിട്ട് മോദി സുരേഷ് ഗോപിയെ വിളിച്ച് തങ്ങളുടെ ആവശ്യം അറിയിക്കുകയായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് താങ്കൾ വരണമെന്നറിയിക്കുമ്പോൾ അത് ശിരസാ വഹിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ഉച്ചയോടുകൂടി ഭാര്യയും അമ്മയും അടക്കം കുടുംബത്തോടൊപ്പം അദ്ദേഹം അതിവേഗം ഡൽഹിയിലേക്ക് കുതിക്കുകയായിരുന്നു. എന്തായാലും ഡൽഹിയിലെത്തിയ അദ്ദേഹം ഇന്ന് വൈകിട്ട് 7:15 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രിയാകുന്നു. ഇത് വലിയൊരു സാക്ഷാത്കാരമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം ഊഴത്തിൽ കഴിഞ്ഞ 2 മന്ത്രിസഭയിലും മന്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മലയാളികളായ മന്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ജയിച്ച് ജനം തിരഞ്ഞെടുത്ത രീതിയിൽ ഒരു മന്ത്രിയും ഇതുവരെയും BJPക്ക് കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വലിയ ചരിത്രമാണ് ഇത്തവണ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയോടുകൂടി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഏൽക്കുന്നതോടുകൂടി കേരളത്തിനും നിയോഗമാകുന്നത്. എന്തായാലും അതിന്റെ വലിയ ആഹ്ലാദത്തിലാണ് തൃശൂർ ജനത. നമുക്കറിയാം വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ 3ാം അംഗത്തിന് ഇറങ്ങിയ സുരേഷ് ഗോപി ഒടുവിൽ വലിയ 74,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വലിയ സർവാധിപത്യ വിജയവുമായി ചരിത്ര വിജയവുമായി ലോക്സഭയിലേക്ക് എത്തുന്നു. ഈ ഒരു ആഹ്ലാദ നിമിഷം വലിയ രീതിയിലാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം തൃശൂർ ജില്ലാ നേതൃത്വം അടക്കം ഡൽഹിക്ക് പോയിരിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ. ഈ ഒരു വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച നേതൃത്വമെല്ലാം ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും ജില്ലാ നേതൃത്വമാണെങ്കിലും പ്രചരണത്തിന് മുന്നിട്ട നേതാക്കളാണെങ്കിലും എല്ലാവരും സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനും നരേന്ദ്രമോദിയുടെ 3ാം സർക്കാരിനും ഉള്ള പിന്തുണയും അതിലുള്ള സന്തോഷവും പ്രകടിപ്പിച്ച് അതിന് സാക്ഷിയാവാൻ വേണ്ടി ഇവരെല്ലാം പോയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂർ നഗരം കേന്ദ്രീകരിച്ചടക്കം ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്കാണ് തൃശൂരിലെ ഓരോ മുക്കും മൂലയും ഇനി സാക്ഷ്യം വഹിക്കുക. എന്തായാലും ആ വലിയ ദൗത്യത്തിലേക്ക് 3ാം ഊഴത്തിലേക്ക് മോദി സർക്കാർ കടക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു BJP പ്രതിനിധി ലോക്സഭയിൽ ഉണ്ടാകുന്നു. അതിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം വഹിക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള വലിയ ചരിത്രത്തിലേക്കും കൂടിയാണ് ഈ ഒരു നിമിഷം തൃശൂർ ലോക്സഭയും സാക്ഷ്യം വഹിക്കുന്നത്. ആതിര, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TA മനോജ് കുമാർ, NCP മണ്ഡലം പ്രസിഡന്റ് ബെന്നി ദാസ് തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സേവ്യർ ചുറ്റിലപ്പള്ളി MLA M. ബാലാജി, MN സത്യൻ, KD ബാഹുലയ്യൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. DYFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓൾ കേരള യൂത്ത് ചെസ് ടൂർണമെന്റ് തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷത വഹിച്ചു. ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ, VP ശരത് പ്രസാദ്,
KS സെന്തിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ക്ഷേത്രം അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഇരിങ്ങാലക്കുടയിൽ 100 മേനി വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരം നൽകി ആദരിച്ചു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു. പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ TN രാമചന്ദ്രൻ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ യോന ബൈജു എന്നിവർക്ക് പ്രത്യേകം ആദരം അർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുജാ സജീവ് കുമാർ, തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കാർമൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു ഖണ്ഡരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, PC ബിജു, മായ ശിവദാസ്, KP ജെയിംസ്, VB അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ. പ്രീ പ്രൈമറി യുഗത്തിലും മികവിന്റെ കേന്ദ്രമായി തുടരുകയാണ് അമ്പിളി അങ്കണവാടി. അങ്കണവാടികളൊക്കെ കോമഡിയല്ലേ ചേട്ടാ എന്ന് ആക്ഷേപിക്കുന്നവർക്കുള്ള മികച്ച മറുപടിയാണ്. 10-ൽ കൂടുതൽ കുരുന്നുകൾ പ്രവേശനത്തിനെത്താത്ത സമീപകാല വർഷങ്ങളിൽ എന്നതാണ് പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂരിൽ പ്രവർത്തിക്കുന്ന അമ്പിളി മഹിളാ സമാജം അങ്കണവാടിയെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും ബ്ലോക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ കുരുന്നുകളെത്തുന്ന അംഗനവാടികളിലൊന്നാണിത്. 35 കുട്ടികൾ വരെ ഇവിടെ ഒരേ സമയം അധ്യയനത്തിനെത്തിയിരുന്നു. മികവിന്റെ കേന്ദ്രമായി തുടരുമ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന പോരായ്മ കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ ഇടപെടലിൽ അവസാനിച്ചു. 20 ലക്ഷം രൂപ മുടക്കി 1100 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അംഗനവാടിക്ക് നിർമ്മിച്ചു നൽകിയത്. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ ചിത്രങ്ങളും അക്ഷരങ്ങളും അക്കങ്ങളും കൊണ്ട് കെട്ടിടം മനോഹരമാക്കുക കൂടി ചെയ്തതോടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ കൂടി ഇവിടേക്ക് എത്തിത്തുടങ്ങി. അംഗനവാടി വർക്കർമാരായ ഷീജ ജോജിയും പത്മിനി അശോകനും കുരുന്നുകളുടെ കളിക്കൂട്ടുകാരാകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രവേശനോത്സവത്തിൽ 13 കുട്ടികളാണ് അംഗനവാടിയിൽ പുതുതായി എത്തിയത്. നവംബറിലെ അടുത്ത ഘട്ടത്തിൽ 9 കുട്ടികൾ കൂടി പ്രവേശനം കാത്തിരിക്കുന്നുണ്ട്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് പ്രവേശനം നേടിപ്പോകുന്നവരടക്കം 40 കുട്ടികൾക്ക് വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻ DDE മെജോ ബ്രൈറ്റ്, ലാസർ മണലിൽ, ഷീജ ജോജി, VS ഷനിൽ, K വിനീത് എന്നിവർ സംസാരിച്ചു. TCV കുന്നംകുളം. ശ്രീ അന്തി മഹാകാളൻ രുദ്ര മഹാകാളികാവ് ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ലളിത സഹസ്രനാമ മന്ത്രാർച്ചനയും ഗണപതി ഹോമവും നടന്നു. ക്ഷേത്രം ശാന്തി രാജീവ് ശർമ്മ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് പ്രദീപ് മൂത്തേടത്ത്, സെക്രട്ടറി മണികണ്ഠൻ ആചാരി, ട്രഷറർ രമേശ് ലാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാവറട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്കു വേണ്ടി സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് നടത്തി. പാവറട്ടി, എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തിലെ നിരവധി രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പാവറട്ടി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി മിഥുൻ ചുങ്കത്ത്, TT ജോസ്, സുബിരാജ് തോമസ്, ജെറോം ബാബു, VV സെബി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ഇക്കണ്ട വാര്യർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കണ്ട വാര്യർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. എടക്കുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗാന്ധി ദർശൻ വർക്കിംഗ് ചെയർമാൻ PK രാജൻ ഉദ്ഘാടനം ചെയ്തു.
ഗാന്ധി പീസ് ഫൌണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വി സതീശൻ, AC സുരേഷ്, KV ഉണ്ണികൃഷ്ണൻ വാര്യർ, PS സുകുമാരൻ, E ലക്ഷ്മി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ സീറോ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC, +2, നീറ്റ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. റിട്ടയേർഡ് അധ്യാപകൻ കൊച്ചുപോൾ കൊള്ളന്നൂർ സമാദരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് PU അഭിജിത്ത് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ ബസിജ വിജേഷ്, രാജേഷ് KR, മുകേഷ് PG, LC ഫ്രാൻസിസ്, ടോമി തോലത്ത് എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ പ്രതിമാസ കഥകളി അവതരണത്തിന് തുടക്കമായി. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നിള ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മല്ലൻ വേഷമാണ് അവതരിപ്പിക്കപ്പെട്ടത്. കലാമണ്ഡലം ഹരി R നായർ, കലാമണ്ഡലം തുളസികുമാർ, കലാമണ്ഡലം ഹരീഷ് മാരാർ, കലാമണ്ഡലം ശ്രീരാജ്, സദനം ശിവദാസ്, സദനം ശ്രീജിത്ത്, കലാമണ്ഡലം ഹരിഹരൻ, കലാമണ്ഡലം വിഷ്ണു, അരുൺ, രമേശ്, സോഹൻ എന്നിവരും കഥകളി അവതരണത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വായനാശാല പ്രസിഡന്റ് PC ബാലൻ അധ്യക്ഷനായി. കൽപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ TS സജീവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, വായനശാല സെക്രട്ടറി PR ജോഷി, എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്, KG സുഖ്ദേവ്, KR ഹരി, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നാടിനാപത്താണെന്ന് പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ സെമിനാർ മുന്നറിയിപ്പ് നൽകി. പെരിങ്ങാട് സെന്റ് തോമസ് ചർച്ച് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ സജിൽ കണ്ണനാക്കൽ പരിസ്ഥിതി സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി KL സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോഷി കൊമ്പൻ, സെക്രട്ടറി EA ഷിബു, EN ജോൺസൺ, AJ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മാള ഉപജില്ലാ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ ഷാൻഡി, വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡെയ്സി തോമസ്, ബിന്ദു ബാബു, PV വിനോദ്, റോമി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. മണലിത്തറ 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവും അംഗനവാടിയിൽ 28 വർഷത്തെ സ്തുത്യർഹ്യ സേവനത്തിന് ശേഷം വിരമിച്ച സിംല ടീച്ചർക്ക് ആദരവും നൽകി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോഫി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി TA ശങ്കരൻ, വാർഡംഗം PT മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്ദീപ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. MBA പ്രവേശന പരീക്ഷാ രംഗത്ത് മിന്നും വിജയവുമായി ടൈം തൃശൂരിന്റെ ജൈത്രയാത്ര തുടരുന്നു. CAT 23 പരീക്ഷാ വിജയികളായ ടൈമിലെ വിദ്യാർത്ഥികളെ തൃശൂരിൽ അനുമോദിച്ചു. 2023 CAT പ്രവേശന പരീക്ഷയിൽ ടൈം തൃശൂരിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ പ്രവേശനം നേടിയ 42 വിദ്യാർത്ഥികളെയും
മറ്റ് ഉന്നത MBA കോളേജുകളിൽ പ്രവേശനം നേടിയ 100-ൽ പരം വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. തൃശൂരിലെ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈം സീനിയർ ജനറൽ മാനേജർ ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് സുശീൽ തോമസ് മുഖ്യ അതിഥിയായിരുന്നു. ടൈം തൃശൂർ ഡയറക്ടർ ഡിജു ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. പരിചയസമ്പത്തും ഉയർന്ന വിജയശതമാനം കൊണ്ടും ക്യാറ്റ് പ്രവേശന പരീക്ഷയിൽ ഓരോ വർഷവും മികച്ച വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്ന ടൈം തൃശൂരിലെ ഇതര മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുകയാണ്. ബാങ്ക്, SSC, റെയിൽവേ, ഇൻഷുറൻസ് കമ്പനി അടക്കമുള്ള സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായും +1, +2 വിദ്യാർത്ഥികൾക്കായുള്ള IPM, ക്ലാറ്റ് എന്നീ പരീക്ഷകൾക്കായും വിദ്യാർത്ഥികളെ സജ്ജരാക്കി കഴിഞ്ഞ 32 വർഷത്തോളമായി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. ക്യാറ്റ് 24-25 പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അനുയോജ്യവും സൗകര്യപ്രദവുമായ സൺഡേ റെഗുലർ ബാച്ചുകൾ സജ്ജീകരിച്ച് ടൈം കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ടൈം ഓഫീസിന്റെ കരിയർ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 8086440033. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരമേൽക്കും. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപിക്ക് പുറമെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാൻ BJP. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. തൃശൂർ ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷന്റെ ജൈവവള നിർമ്മാണ യൂണിറ്റ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമായി. ഈച്ച ശല്യവും ദുർഗന്ധവും രൂക്ഷം. ചാഴൂർ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. പഴുവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.